ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു അടാറ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പുഡിങ് ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ. വീട്ടിലുള്ള ചേരുവകളൊക്കെ തന്നെ മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും വേണ്ട, അതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളി സെറ്റാക്കി എടുത്തിട്ട് തന്നെ ഈ ഒരു പുഡിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു 1/2 ലിറ്റർ പാൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാകുന്നതിന് മുന്നേ ആയിട്ട് അതിൽ നിന്ന് കുറച്ച് നമുക്ക് കോൺഫ്ലവറിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാണ്ട് കുറച്ച് പാൽ ചൂടാകുന്നതിന് മുന്നേ എടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കോൺഫ്ലോറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്യാം. കസ്റ്റാർഡ് പൗഡർ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആവും. ഇതന്നെ നല്ല ടേസ്റ്റാണ്. കസ്റ്റാർഡ് പൗഡർ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ പാലൊന്ന് ഏകദേശം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതുപോലെ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആ രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഏകദേശം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറേശ്ശെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കുത്താനും അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. പെട്ടെന്ന് തന്നെ അത് കുറുകി വരും. ഇങ്ങനെ വലിയ ബബിൾസൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറുകി വരും. ഇളക്കാൻ മറക്കരുത്, അടി പിടിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതേപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് അത് തിക്കായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ട് വലിയ ബബിൾസ് ആയിരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. 5 മിനിറ്റ് 6 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് സെറ്റായി വരും കേട്ടോ. ഇത് കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. പണ്ടോ വലിയ ബബിൾസൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടു. വലിയ ബബിൾസായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു മിക്സ് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇത് സെറ്റ് ചെയ്യണം. ചൂടാറിയാൽ ഈ പുഡിങ് പെട്ടെന്ന് സെറ്റായി പോവും. അപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മളിത് പുഡിങ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഒരു തിന്നിലായിട്ടുള്ള ഒരു ലെയർ അത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റും എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ടൊക്കെ ഈ ഒരു ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം നമ്മുടെ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചാണ്, മോൾഡ് എത്രത്തോളം ഹൈറ്റ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ലെയറാക്കി എടുക്കാൻ പറ്റും. ഇത് ഞാൻ ഏകദേശം ഒരു 3 ലെയറായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ തിന്നായിട്ടുള്ള ലെയറായിട്ട് കൊടുത്താൽ മതി ഈ ഒരു മിൽക്ക് മിക്സ്. അപ്പോൾ അത് അടുത്ത ലെയറിലും ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തവി വെച്ചിട്ട് ലെവലാക്കി കൊടുത്താൽ മതി. എന്നിട്ട് അടുത്ത ലെയർ നമുക്ക് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാം. വീട്ടിലുള്ള ചേരുവ തന്നെ മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ അടുത്ത ലെയറായിട്ട് നമുക്ക് വീണ്ടും ആ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ചിട്ട് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 3 ലെയർ ബിസ്ക്കറ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ട് നമുക്ക് അടിപൊളിയാക്കണം അല്ലേ. അപ്പോൾ അതാ ഇതുപോലെ 3ാമത്തെ ലെയർ ബിസ്ക്കറ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എങ്ങനെ വെച്ച് കൊടുത്താലും പിന്നെ അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്തു. ഇനി ലാസ്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാറുമ്പോഴേക്ക് ഇത് നന്നായിട്ട് നമുക്കിങ്ങനെ ലെവലാക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പം തന്നെ ഇങ്ങനെ ആയി നിൽക്കുന്നത് കണ്ടോ, കട്ട പോലെ നിൽക്കുന്നത് കണ്ടോ. അത് ഒന്ന് ചൂടാറിയതുകൊണ്ടാണ്. അപ്പോൾ ചൂടാറുന്നതിന് മുന്നേ തന്നെ എല്ലാം ലെവലാക്കി എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഡെക്കറേഷന് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചോക്കോ ചിപ്സ് ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. വൈറ്റിൽ അതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് ഒന്നുകൂടെ റിച്ച് ലുക്ക് കിട്ടും. നട്ട്സ് വേണമെങ്കിൽ നട്ട്സ്, അല്ലെങ്കിൽ ബിസ്ക്കറ്റിനെ പൊടിച്ചിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു 3-4 മണിക്കൂർ നമുക്കിത് തണുത്തതിന് ശേഷം 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം.
ഒന്നുകിൽ ചൈന ഗ്രാസ് ജലാറ്റിനൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ അതേപോലെ തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് തന്നെ കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അതുപോലെ 3-4 ലെയറായിട്ട് കാണാനും ഒക്കെ ഭംഗി. അപ്പോൾ പെരുന്നാൾക്കൊക്കെ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. വരുന്നവർക്കൊക്കെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്